വേഗം തുറക്കണം. ലെഫ്റ്റ് കീപ്പ്, ലെഫ്റ്റ് വേണോ? വേഗം തുറക്കും. ബാലൻസ്, കീപ് ഡിസ്റ്റൻസ്. ബ്രേക്കുന്നുണ്ട് പോട്ടെ. ആ മുന്നിലുള്ള വാഹനമായിട്ട് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ തന്നെ പകുതി അപകടം എന്ത് ചെയ്യും? കുറയും. പോട്ടെ, ഇനി പോട്ടെ. വേറെ തടസ്സമില്ലല്ലോ. അപ്പോൾ പതുക്കെ കയറി പോട്ടെ. ലെഫ്റ്റ് എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കി ലെഫ്റ്റിലേക്ക് പോവാ. നിലവിൽ ക്ലച്ച് കൊടുത്ത് തേടാക്കി പതുക്കെ വിട്ടോട്. ആക്സിലേഷൻ കൊടുത്ത് പതുക്കെ വേഗത കുറയ്ക്കും. ഇവിടെ പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. ഇത്രയും തിരക്കിലൂടെ ഓടിക്കുമ്പം നിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? എന്ത് വാഹനം എവിടെ നിന്ന് മൂവ്മെൻറ്റ് ചെയ്താലും എങ്ങനെയാണ് പോണേന്നുള്ള കാര്യം നിന്റെ അണ്ടറിൽ കിട്ടിയിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ചെയ്യുന്നത്. മനസ്സിലായോ? ബ്രേക്ക് ഒന്ന് ചവിട്ടിക്കൂടെ. അവൻ കയറിപ്പോട്ടെ. ബ്രേക്കിൽ നിന്ന് വിട്. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ നിന്റെ അണ്ടറിലായിരിക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടല്ലേ ചെയ്തത്. അവൻ്റെ ഇൻഡിക്കേഷൻ എങ്ങോട്ടാണ്, നമ്മൾ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലാണ് അവനിക്ക് കയറി പോകാൻ പറ്റുന്നതെന്നുള്ള കാൽക്കുലേഷൻ നിനക്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ തിരക്കിലൂടെ ഓടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? പോട്ടെ. അയാൾ ക്രോസ് ചെയ്യും. മനസ്സിലായോ? ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത്രയും ലോങ് ആയതുകൊണ്ട് ആക്സിലേഷനിൽ നിന്നൊന്ന് കാര്യം മാറ്റി കൊടുക്കുക. അയാൾ കടന്നതിന് ശേഷം മാത്രം നീ എന്ത് ചെയ്യുക? പോവുക. കൺജസ്റ്റൽ കൂടുമ്പം നിന്റെ കാൽക്കുലേഷനും കൂടണം. ഷാർപ്പായിരിക്കണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒബ്സർവേഷനും അത്രയും ക്ലിയർ ആയിരിക്കണം. അവൻ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരിക്കുക. ഒന്നില്ലെങ്കിൽ മറന്നതാവാം, അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടതായിരിക്കാം. എന്താണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ട് വളയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് നേരെ പോകാം. മുന്നിൽ പോകുന്ന വാഹനമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയാൽ മതി. കാരണം അതിൻ്റെ അപ്പുറത്ത് വളവാണ്. വളവിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യണോ? വേണ്ട. അയക്കുക. വളവിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ലെഫ്റ്റ് കീപ്പ് ചെയ്യണം. പോട്ടെ. നീ വളച്ചപ്പോൾ സ്റ്റിയറിങ് നോക്കിയായിരുന്നോ? ആ, അത് വളയ്ക്കുമ്പോൾ സ്റ്റിയറിങ് നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? വാഹനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് അറിയാൻ പറ്റത്തില്ല. നീ നടക്കുമ്പോൾ നീ കാലിലേക്ക് നോക്കാറുണ്ടോ? കാലിലേക്ക് നോക്കിയാൽ എന്ത് പറ്റും? തല പോയി എവിടെയെങ്കിലും ഇടിക്കുമല്ലേ? അതേപോലെ തന്നെ സ്റ്റിയറിങ്. വാഹനം വളയ്ക്കുമ്പോൾ സ്റ്റിയറിങ് നോക്കിക്കഴിഞ്ഞാൽ വാഹനം എങ്ങോട്ടാണ് പോകുന്നത് നിനക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നീ നേരെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വല്ല പോസ്റ്റിൻ്റെ നേരെയോ വല്ല കലിങ്ങിൻ്റെ നേരെയോ ഒക്കെ ആയിരിക്കും വാഹനം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. മനസ്സിലായ? കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം വാഹനം എന്ത് ചെയ്യാൻ, ഓടിക്കാൻ.